Hi everyone, in today's class we are going to discuss about strain gauge. Strain gauge is basically used to measure the strain on an object. That is when an external force is applied on an object due to which there is deformation occurring in the shape of the object. This deformation in the shape is the both compressive or tensile is called strain and it is measured by the strain gauge. That is, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കംപ്രസീവോ ടെൻസ്റ്റൈൽ സ്ട്രെയിനോ അത് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവിടെ ഒരു സ്ട്രെയിൻ അനുഭവപ്പെടും. ആ സ്ട്രെയിനെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഇപ്പം ഇഫ് എ മെറ്റൽ പീസ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ദ മെറ്റൽ ലെങ്ത് വിൽ ഇൻക്രീസ്, ദസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ. എന്താണ്, നമ്മൾ ഇപ്പം മെറ്റൽ ടെൻസൈൽ സ്ട്രെസ് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യണം. ടെൻസൈൽ സ്ട്രെസ് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ മെറ്റലിൽ ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്തു. സോ ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ലെങ്ത് എന്തായി, ഈ ലെങ്ത് ഇൻക്രീസ് ആയി. അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്താ ഇൻക്രീസ് ആകും. R ഈസ് ഈക്വൽ ടു എന്താണ്, റോ എൽ ബൈ എ ആണ്. സിമിലർലി കംപ്രസീവ് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സമയത്തും റെസിസ്റ്റൻസിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം എന്താണ്, ടെൻസൈൽ സ്ട്രെസ്സിലും അതേപോലെ കംപ്രസീവ് സ്ട്രെസ്സിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഉണ്ട്. സോ ഈ റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസിലെ വേരിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിനുള്ളിലായിരിക്കണം, ഒരു പർട്ടിക്കുലർ ലിമിറ്റിനായിരിക്കണം. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിലായിരിക്കണം എന്ത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സസ്. കംപ്രസീവ് ആണെങ്കിലും ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിലും ആ ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിലായിരിക്കണം. അഥവാ എന്നാൽ ഇലാസ്റ്റിക് ലിമിറ്റിനെക്കാട്ടും കൂടുതലായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്ത് അതിൽ സ്ട്രെസ് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഒബ്ജക്റ്റ് ഡിഫോംഡായി. നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രെസ് ഇലാസ്റ്റിക് ലിമിറ്റിനെക്കാട്ടും കൂടുതലാണെങ്കിൽ എന്താണ്, ആ ഡിഫോംഡായ ഷേപ്പ് ഒരിക്കലും തിരിച്ചിട്ട് റീഗെയിൻ ചെയ്യില്ല. അതായത് പണ്ടത്തെ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരില്ല. ആ ഷേപ്പ് ഇപ്പം എന്താണോ അവസ്ഥയുള്ളത് ആ അവസ്ഥയെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എപ്പോഴും എന്തായിരിക്കണം, ഇലാസ്റ്റിക് ലിമിറ്റിന് ഉള്ളിലായിരിക്കണം. സോ അപ്പം ഇൻ കേസ് ഇലാസ്റ്റിക് ലിമിറ്റിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, തിരിച്ച് ആ സ്ട്രെയിന് സ്ട്രെസ് ആണെങ്കിലും കംപ്രസീവ് സ്ട്രെസ് ആണെങ്കിലും സ്ട്രെയിൻ ആണെങ്കിലും ആ ഷേപ്പിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തിരിച്ച് ആ ഷേപ്പിലേക്ക് ഒരിക്കലും വരില്ല, ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു വരില്ല. അതാണ് ഡിഫറൻസ്. സോ അപ്പം നമ്മൾ ഇപ്പം ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു റെസിസ്റ്റൻസിൽ ചേഞ്ചസ് ഉണ്ടാവും. ദാറ്റ് ഈസ്, ഇപ്പോൾ ഇതിൻ്റെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മെറ്റീരിയലിൽ ഒരു എക്സ്റ്റേണൽ ലോഡിൽ ഒരു മെറ്റീരിയലിൽ നമ്മൾ എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഉണ്ടാവും. ആ മെറ്റീരിയലിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ ചേഞ്ചസ് ഏതായിരിക്കും, ചിലപ്പം തിക്നെസ്സിലുള്ള വേരിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലെങ്ത്തിലുള്ള വേരിയേഷൻ ആയിരിക്കാം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു മെറ്റീരിയലിൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്തു. ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ആ മെറ്റീരിയലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഞാൻ മെറ്റീരിയലിനെ എ എന്ന് പറയുന്നു. സോ എയുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഉണ്ടാവും. അത് എന്താ, ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ഇൻ ദ ലെങ്ത് ഓർ തിക്നെസ് ആവാം, ലെങ്ത് ആവാം, അതിലേതെങ്കിലും ആണ് ചേഞ്ച് ആവുക. അപ്പം അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ദിസ് ചേഞ്ച് ഇൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടി വിൽ റിമെയിൻ ടിൽ ദ ലോഡ് ഈസ് റിലീസ്ഡ്. അതായത് ലോഡ് റിലീസ് ആവുന്നത് വരെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അവിടെ എ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിലുണ്ടായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലുണ്ടായ ചേഞ്ച് ലോഡ് എപ്പോഴാണോ റിമൂവ് ചെയ്യുന്നത് അതുവരെ ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് ചേഞ്ച് ഇൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അവിടെ കാണും. അപ്പോൾ ഇപ്പം ആ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്നതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ലോഡ് ഇതിൽ അപ്ലൈ ചെയ്യുന്നു, ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നു. സോ അവിടെ ആ മെറ്റീരിയലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടായി. ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ ഉണ്ടായ ആ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി മെക്കാനിക്സിലെല്ലാം പഠിച്ചതാണ്. ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ടു ദ ഒറിജിനൽ പ്രോപ്പർട്ടി. അതായത് എന്താണോ ചേഞ്ച് ഇൻ, ഇപ്പം ലെങ്ത്തിലാണ് ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം സ്ട്രെയിൻ എസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതാണ് എന്ത്
സ്ട്രെയിനിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു ബീമുണ്ട്, ഒരു ബീമിന് ലെങ്ത്ത് L. അപ്പം ഒരു ബീം ലെങ്ത്ത് L-ഉള്ള ഒരു ബീം നമ്മളവിടെ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ, ലെങ്ത്ത് കൂടും, ആ ബീമിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഇനീഷ്യലി ആ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, L എന്ന് പറഞ്ഞ ലെങ്ത്താണ്. നമ്മൾ അപ്ലൈ ചെയ്ത ലോഡ് ടെൻസൈൽ ലോഡാണ്, PKG ഉള്ള ഒരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്തുണ്ടായി, ആ ബീമിൽ ചേഞ്ച് ഇൻ ആ ബീം അലോങ്ങേറ്റ് ബൈ എ ലെങ്ത് ഓഫ് L, സ്മോൾ L. അപ്പം ഈ ഒരു L-ൽ എന്താണ്, ഇൻക്രീസ് ഇൻ ലെങ്ത് ഉണ്ടായി. അപ്പോൾ S ഈസ് ഈക്വൽ ടു എന്താണ്, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്താണ്, ഇതാണ് സ്മോൾ L ആണ് ചേഞ്ച് ഇൻ ലെങ്ത്, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് L. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ എങ്കിൽ എന്താണ്, ഈ ചേഞ്ച് ഇൻ ലെങ്ത് സ്മോൾ L എന്താണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ ചേഞ്ച് ഇൻ ലെങ്ത് കൊണ്ട് ഉണ്ടായത് എന്താണ്, റെസിസ്റ്റൻസിൽ വേരിയേഷൻസ് ഉണ്ടായി. സോ ആ റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യും, ആ റെസിസ്റ്റൻസിനെ വേരിയേഷൻസിനെ മെഷർ ചെയ്യും. അതായത് നമ്മൾ ആ റെസിസ്റ്റൻസിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് മെഷർ ചെയ്യും. അപ്പം നമുക്ക് എന്താണ്, എത്രയാണ് ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലിൽ എന്നുള്ളത് നമുക്ക് ഏതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇലക്ട്രിക്കൽ സിഗ്നലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു സ്ട്രെയിൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലെങ്ത് ഡിഫോർമേഷൻസ് ഉണ്ടാകുന്നു, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടായ ചേഞ്ചസ് എന്തിനു കാരണമാകും, റെസിസ്റ്റൻസിൽ ഉണ്ടായ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിന് ചേഞ്ചസ് വരുത്തും. ആ റെസിസ്റ്റൻസിനെ നമ്മൾ ഏതായിട്ട് കൺവേർട്ട് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് അത് മെഷർ ചെയ്യും. സോ ഇത് ആക്ച്വലി എന്താണ്, ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഇലക്ട്രിക്കൽ സിഗ്നൽ മെഷർ ചെയ്തിട്ട് നമ്മൾ എത്രയാണോ ഫിസിക്കൽ ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഏത്, സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും, ഒരു ബ്രിഡ്ജ് സർക്യൂട്ടാണ്. ബ്രിഡ്ജ് സർക്യൂട്ട് അറിയാം എന്താണ്, ബ്രിഡ്ജ് എല്ലാം ബാലൻസ്ഡ് ആണെങ്കിൽ എന്താണ്, ഈ വോൾട്ടേജ് 0 ആയിരിക്കും, ഈ വോൾട്ട് മീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ ആയിരിക്കും. പിന്നെ ഈ റെസിസ്റ്റൻസ് R1 ആൻഡ് R3, ഈ റേഷ്യോ ആംസ് ഈക്വൽ, ഇത് രണ്ടും ഈ റേഷ്യോ ആംസ് ഈക്വൽ ആയിരിക്കും. ആൻഡ് ടു ദ ഏത് റേഷ്യോ ആംസിനോട്, R2നോട് ഈ സ്ട്രെയിൻ ഗേജിനോടും ഈക്വൽ ആയിരിക്കും. ഇനി ഇപ്പം എന്താണ്, ഇപ്പം ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്, അപ്പോൾ എന്താ സംഭവിക്കുക, വോൾട്ടേജ് 0, വോൾട്ട് മീറ്റർ ഇൻഡിക്കേറ്റ് 0. ഇനി ഇൻ കേസ് നമ്മളൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ സ്ട്രെയിൻ ഗേജിൻ്റെ ഇവിടുത്തെ റെസിസ്റ്റൻസ്, അതായത് ഈ മെറ്റീരിയൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റീരിയലിൽ റെസിസ്റ്റൻസ് വേരിയേഷൻ വരും. മെറ്റീരിയൽ റെസിസ്റ്റൻസ് വേരിയേഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആവും. അൺബാലൻസ്ഡ് ആവുന്ന സമയത്ത് ആ വോൾട്ടേജ് എവിടെ കാണിക്കും, ഈ വോൾട്ട് മീറ്ററിൽ കാണിക്കും. അപ്പോൾ ആ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കൊരു ആംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ നമുക്ക് എന്താ മെഷർ ചെയ്യാൻ പറ്റും, എത്രയാണ് സ്ട്രെസ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, സ്ട്രെയിൻ അപ്ലൈ ചെയ്യുന്നത്, ഈ വോൾട്ടേജ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓഫ് സ്ട്രെയിൻ ഗേജ്. അപ്പം ഇൻ കേസ് ഇപ്പം ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്കെല്ലാം അറിയാം. ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസിലും ആ വേരിയേഷൻസ് കാണും. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് മോർ, the resistance will be more, and if the temperature is less, the resistance will be less. So we can overcome this problem by using a strain gauge that are self temperature compensated or by a dummy strain gauge technique. അതായത് നമുക്ക് ഒരു സെൽഫ് കോമ്പൻസേറ്റിംഗ് സ്ട്രെയിൻ ഗേജ് അല്ലെങ്കിൽ സെൽഫ് ടെമ്പറേച്ചർ കോമ്പൻസേറ്റിംഗ് സ്ട്രെയിൻ ഗേജസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തിനെ കോമ്പൻസേറ്റ് ചെയ്യാം, ഈ ടെമ്പറേച്ചർ വേരിയേഷൻസിലുണ്ടാവുന്ന പ്രോബ്ലംസ് കോമ്പൻസേറ്റ് ചെയ്യുക. അതായത് സ്ട്രെയിൻ ഗേജ് ഓട്ടോമാറ്റിക്കലി തന്നെ ടെമ്പറേച്ചറിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്ന സ്ട്രെയിൻ ഗേജസ് ആ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ടെമ്പറേച്ചർ വേരിയേഷൻസ് കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് ഓവർകം ചെയ്യാം. അല്ലെങ്കിൽ എന്താ, ഒരു യൂസിങ് എ ഡമ്മി സ്ട്രെയിൻ ഗേജ്, മറ്റേ ആമിൽ എന്താണ് ഒരു ഡമ്മി സ്ട്രെയിൻ ഗേജ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇതാണ് R2, ഈ സ്ട്രെയിൻ ഗേജുമാണ് R2. അപ്പം ഈ R2 എന്ന് പറഞ്ഞ ആമിന് പകരം എന്ത് യൂസ് ചെയ്യുക, നമ്മളൊരു വേറെ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ എന്താണോ വേരിയേഷൻസ് ഉണ്ടാവുന്നത് ആ വേരിയേഷൻസ് എവിടെയും ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. സോ
ഇത് തമ്മിലുള്ള റേഷ്യോ ആണല്ലോ ഈക്വൽ. സോ അതായത് ദാറ്റ് ഈസ് R1/R3 ഈസ് ഈക്വൽ ടു R2 ദിസ് സ്ട്രെയിൻ ഗേജിൻ്റെ റെസിസ്റ്റൻസ്. സോ വി ക്യാൻ കോൾ ഇറ്റ് R4 എന്ന് വിളിക്കാം. സോ R2/R4. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രെയിൻ ഗേജ്, സെയിം സ്ട്രെയിൻ ഗേജ് ഇവിടെയും പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ എത്രയാണോ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഉണ്ടായത് അതേ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇവിടെയും സംഭവിക്കും. അപ്പോൾ ഈ റേഷ്യോ പിന്നെയും എന്താവും? ഇതിനോട് ഈക്വൽ ആവും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ബൈ യൂസിങ് എ ഡമ്മി സ്ട്രെയിൻ ഗേജ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാതെ നമുക്കിപ്പം എന്താണ് സെൽഫ് കോമ്പൻസേറ്റ് ചെയ്യുന്ന സ്ട്രെയിൻ ഗേജസ് ഉപയോഗിച്ച് ടെമ്പറേച്ചർ കോമ്പൻസേറ്റ് ചെയ്യുന്ന സ്ട്രെയിൻ ഗേജസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സ്ട്രെയിൻ ഗേജസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോൺസ്റ്റന്റ് അലോയ് വിച്ച് ക്യാൻസൽ ഔട്ട് ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ റെസിസ്റ്റൻസ്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അലോയ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രെയിൻ ഗേജസ് ആണെങ്കിൽ എന്താണ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അത് ഓട്ടോമാറ്റിക്കലി അത് തന്നെ ക്യാൻസൽ ചെയ്യും. സോ ഒന്നിക്കൽ അത് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡമ്മി സ്ട്രെയിൻ ഗേജ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ R2 പകരം നമ്മളിവിടെ എന്താണ് ഒരു ഡമ്മി സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് ആണ് ടെമ്പറേച്ചർ കോമ്പൻസേഷൻ ചെയ്യുന്നത്. ദിസ് എ ക്വാർട്ടർ ബ്രിഡ്ജ് സ്ട്രെയിൻ ഗേജ് സർക്യൂട്ട് വിത്ത് ടെമ്പറേച്ചർ കോമ്പൻസേഷൻ. അതായത് വിത്തൗട്ട് ടെമ്പറേച്ചർ കോമ്പൻസേഷൻ ആണെങ്കിൽ ക്വാർട്ടർ ബ്രിഡ്ജ് സ്ട്രെയിൻ ഗേജ് സർക്യൂട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ദിസ് ഈസ് വിത്ത് ടെമ്പറേച്ചർ കോമ്പൻസേഷൻ. ആൻഡ് ദിസ് ഈസ് എ ഹാഫ് ബ്രിഡ്ജ് സ്ട്രെയിൻ ഗേജ് സർക്യൂട്ട്. ഇവിടെ നിങ്ങൾക്കാണ് 2 സ്ട്രെയിൻ ഗേജസ് ഉണ്ട്. ഇതിലാണ് നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. ദിസ് ഈസ് അൺസ്ട്രെസ്ഡ്. അപ്പം ഇവിടെ ഫുൾ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എല്ലാ ആംസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്ട്രെയിൻ ഗേജസ് യൂസ് ചെയ്യും. അതാണ് ഫുൾ ബ്രിഡ്ജ് കോൺഫിഗറേഷൻസ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രെയിൻ ഗേജ്. സോ ഇപ്പം സ്ട്രെയിൻ ഗേജസ് മെയിൻലി ഇപ്പം ഒരു സ്ട്രക്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ ഡാംസ്, ടണൽസ്, ബിൽഡിങ്സ്. അപ്പം അതിലെന്തെങ്കിലും ഒരു കാലം കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഷേപ്പിലുണ്ടാവുന്ന വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലുണ്ടാവുന്ന ചേഞ്ചസിന് നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട്, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിത് ചെക്ക് ചെയ്യാം. സ്ട്രെയിൻ ഗേജ് ഉപയോഗിച്ചിട്ട് അവിടെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ടായി വ്യത്യാസം. അപ്പം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ ഉണ്ടായ ഷേപ്പിലുണ്ടായ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റെക്ടിഫൈ ചെയ്യണം. സോ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൻഡ് ഓൾസോ ഇൻ ദ ഫീൽഡ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടു മെഷർ ദ സ്ട്രെസ് ജനറേറ്റഡ് ബൈ മെഷീനറീസിലുണ്ടാവുന്ന സ്ട്രെസ്സിൽ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇൻ ദ ഫീൽഡ് ഓഫ് കോമ്പണൻറ്റ് ടെസ്റ്റിംഗ് ഓഫ് എയർക്രാഫ്റ്റിലുള്ള കോമ്പണൻറ്റ് ടെസ്റ്റിംഗ് സമയത്ത് അവിടെ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ഡാമേജസ് അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്ട്രെയിൻ ഗേജ് ഉപയോഗിക്കാം. പിന്നെ സോ ദീസ് ആർ ഓൾ ദ ആപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രെയിൻ ഗേജ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.